വെറും 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഓൾട്ടസ് ഗിയർ, ബാക്കിൽ എസേറ, അടിപൊളി ഫ്രെയിം, അടിപൊളി കളർ, നല്ലൊരു സസ്പെൻഷൻ, നല്ല വർക്കിംഗ് ആയിട്ടുള്ള സസ്പെൻഷൻ എല്ലാം കൂടി നിങ്ങൾക്ക് നല്ലൊരു ഇതിൽ ഓഫറിന് 20,000 രൂപയ്ക്ക് താഴെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യോ ഇല്ലേ? ഞാൻ നോക്കുന്ന 20,000 രൂപയ്ക്ക് ഒരു ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മോഡൽ ഞാൻ എൻ്റെ മനസ്സിൽ എഴുതി വയ്ക്കൂട്ടാ, വാങ്ങുന്ന കാലത്ത് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. ക്രാഡിയാക്കിൻ്റെ വോൾഫിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ക്രാഡിയാക്ക് വോൾഫ് എന്ന ഈ ഒരു ബൈക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ സ്റ്റൈൽ പ്രകാരം നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ലുക്കിൽ വരുന്നത് ഒരു ടാൻ കളറാണ് ഉണ്ടായത്. ഒരു ഡ്യുവൽ ടോൺ കളറുള്ള ടയറാണ് വരുന്നത്. അത് റാൽസൻ്റെ ടയർ തന്നെയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റിം വന്നിരിക്കുന്നത് ഡബിൾ വാൾ എലോയ് റിമ്മാണ്. 27.5 ആണ് വീൽ സൈസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു ഹബ്ബ് കാണാം. ക്വിക്ക് റിലീസുള്ള എലോയ് ഹബ്ബാണ് വരുന്നത്. നമുക്ക് ക്വിക്ക് റിലീസ് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഈ ഒരു റെഡ് കളറിലൊരു ഹബ്ബ് കാര്യങ്ങൾ, ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോർക്ക് നോക്കുകയാണെങ്കിൽ ഫോർക്ക് നമ്മുടെ നോർമൽ സൂമിൻ്റെ ഫോർക്കാണ്, എലോയ് ഫോർക്കാണ്. ലോക്കും അൺലോക്കും ഉള്ള ഒരു ഫോർക്കാണ്. അത് നമുക്കിവിടെ കാണാം, ലോക്ക് അൺലോക്ക്, ഇവിടെ പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഇത് എത്ര ട്രാവലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 80 mm ആണ് ഇതിന് ട്രാവൽ വരുന്നത്, സസ്പെൻഷൻ ട്രാവൽ വരുന്നത്. അതിനുശേഷം മേലേക്ക് നോക്കുകയാണെങ്കിൽ ക്രാഡിയാക്കിൻ്റെ ലോഗോ ഇവിടെ കാണാം. ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രെയിം പക്ക ഒരു കാർബൺ ഫിനിഷ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫുള്ളൊരു കാർബൺ ഒരു ടച്ച് കൊടുത്തിട്ടാണ്. അതിൻ്റെ കളറിൻ്റെ ഇതാണ് മികവാണ് അതിൽ കാണുന്നത് കേട്ടോ. കാർബൺ അല്ല, എലോയ് ആണ്. 6061 എലോയ് ഫ്രെയിമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ആ കളറും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്കൊരു കാർബൺ ഫിനിഷ് ആയിട്ടുള്ളൊരു ബൈക്കിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ വോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ബ്രാൻഡിങ് കാണാം. അതിനോട് ബ്ലെൻഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ വോൾഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത്. ഇന്റേണൽ കേബിൾ റൗട്ടിങ് കൊടുത്തിട്ടുണ്ട്. 20,000 രൂപയ്ക്ക് താഴെയാണെന്ന് ഓർക്കണം ഈ ഒരു പറയുന്ന സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ എല്ലാം കിട്ടണത് കേട്ടോ ക്രാഡിയാക്കിൻ്റെ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രാഡിയാക്കിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതും അതിനോട് യോജിച്ചിട്ടാണ്. വലിയ എടുത്ത് കാണില്ല, ചിലത് ഇതിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് കാട്ടും. പക്ഷേ ഇത് ആ ഫ്രെയിമിൻ്റെ കളറിനോട് ബ്ലെൻഡ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഇവിടെ ക്രാഡിയാക്ക് www.ക്രാഡിയാക്കിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രെയിമിൽ ഇതാണ് എടുത്ത് പറയാനുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു മൗണ്ടൻ ബൈക്കിംഗ് ക്ലാസിക് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്കർ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വിസിബിൾ ആണ് കേട്ടോ. ഇവിടെയും ക്രാഡിയാക്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഹാൻഡിൽ ബാറിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 680 mm വൈഡ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രിപ്പാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഗ്രിപ്പ്. 21 സ്പീഡാണ്. ബാക്കിൽ 7 സ്പീഡാണ്. ഷിമാനോ ഷിഫ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 3 സ്പീഡാണ്. ഫ്രണ്ടിൽ 3x7 ആണ് സ്പീഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. 21 സ്പീഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് സീറ്റ് പോസ്റ്റ് അടക്കം എലോയ് ആണ്. ക്വിക്ക് റിലീസ് വരുന്നുണ്ട്. സീറ്റ് അത്യാവശ്യത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ആ സീറ്റ് പോസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ നോക്കുകയാണെങ്കിൽ ഡ്രൈവ് ട്രെയിനിൽ ഫുള്ള് ഗ്രൂപ്പ് സെറ്റ് പറഞ്ഞിരിക്കുന്നത് ഷിമാനോ ആണ്. അതിലൊരു കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഓൾട്ടസ് ആണ്. നമ്മുടെ ഫ്രണ്ടിലത്തെ ഡിറൈലറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ബാക്കിൽ ഷിമാനോ എസേറയാണ്. നേരത്തെ പറഞ്ഞു 3 ആണ് ഫ്രണ്ടിൽ ഗിയർ വന്നിരിക്കുന്നത്. അത് ഷിമാനോൻ്റെ ക്രാങ്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ബാക്കിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഷിമാനോയുടെ എസേറ തന്നെയാണ്. 7 സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ 7 സ്പീഡിൻ്റെ ഒരു ഷിമാനോയുടെ തന്നെ ഫ്രീ വീലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷിമാനോ നമുക്കിവിടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം കാണാം. ബാക്കിൽ ക്വിക്ക് റിലീസാണ് വന്നിരിക്കുന്നത്. ഒരു റെഡ് എലോയ് ഹബ്ബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ മുന്നത്തെ പോലെ ഫ്രണ്ടിലും ബാക്കിലും ഷ്രാഡർ വാൽവാണ്. എല്ലായിടത്തും പോയി ടയർ അടിക്കും. ഡബിൾ വാൾ എലോയ് റിം, ഒരു ടാൻ കളറായിട്ടുള്ള ഒരു ഓഫ് റോഡിനൊക്കെ പറ്റിയ ടയറായിട്ട്. ഇങ്ങനെ നല്ല കല്ലൻ ടയർ കാണുമ്പോൾ തന്നെ ഒരു ലുക്ക് തോന്നി. ഈ കല്ലൻ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇവനൊന്ന് ഓടിച്ച് നോക്കി നോക്കാം. ഓടിച്ച് നോക്കിയിട്ട് വെയിറ്റ് ബാക്കി എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഓടിച്ച് നോക്കണേക്കാട്ടും മുന്നേ ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഉദ്ദേശം എത്ര വെയിറ്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. 15-15.5 കിലോ തന്നെ ഉള്ളൂ. എനിക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സൈക്കിൾ പൊക്കി നോക്കാനുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്. സോ 15-15.5 കിലോയാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമുക്ക് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ ഒരു എൻട്രി ലെവൽ ബൈക്കായിട്ട് നമുക്ക് നോക്കാം. ഏകദേശം ഹൈറ്റ് ഒരു 5-8 വരെയുള്ള വ്യക്തികൾക്കൊക്കെ ഓടിക്കാൻ 27.5 ആണ്
ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം എലോയാണ്. എലോയുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രേക്കിൻ്റെ ലിവർ എലോയാണ്, സ്റ്റെം എലോയാണ്, സീറ്റ് പോസ്റ്റ് എലോയാണ്, പെഡൽ എല്ലാം ഒരു എലോയ് ബൈക്കാണ് കേട്ടോ ഫുള്ള് വരണത്. നമ്മുടെ ഫോർക്ക് അടക്കം എലോയാണ് വരണത്. അവിടെയൊക്കെ അതിലൊക്കെ ഫോർക്കൊക്കെ സ്റ്റീൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭാരം കൂടും കേട്ടോ. അപ്പോൾ അതൊക്കെ എലോയാണ്, ഫുള്ള് എലോയാണ് വന്നിരിക്കുന്നത്. ഓടിച്ച് നോക്കുമ്പോൾ നല്ല റോളിംഗ് ഉണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ഒന്ന് നോക്കി നോക്കാം. പക്ഷേ ഈ ഭാഗത്ത് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ കാരണം നല്ല കല്ലൻ ടയറാണ്. ഓഫ് റോഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്ക് വരുന്നുണ്ടെങ്കിൽ ആ ടയറിൻ്റെ ഇത് കണ്ടിട്ടാണ്. നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നല്ല കാണുമ്പോൾ തന്നെ ഒരു ലുക്കുള്ള ഇതാണ്. പിന്നെ സസ്പെൻഷൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സൂമിൻ്റെയാണ്. ഇപ്പോഴൊക്കെ സൂമൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വന്നു കേട്ടോ. നല്ല ആക്ഷനാണ്. ഞാൻ ഓടിക്കുന്ന കാലത്തൊന്നും സൂം അത്രയ്ക്ക് നല്ല പെർഫോമൻസും തരുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ആ ഉള്ള സൂമിൽ എല്ലാം നല്ലൊരു സാധനം കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഇതൊക്കെ അത്യാവശ്യത്തിന് നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള സൂമിൻ്റെ ഒരു ഫോർക്ക് തന്നെയാണ്. ഷിഫ്റ്റേഴ്സ് ഷിമാനോ ഷിഫ്റ്റേഴ്സാണ്. നല്ല രീതിയിൽ നമുക്ക് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു അടിപൊളി കിണ്ണങ്ങാച്ചി ബൈക്കാണ് കേട്ടോ. നിങ്ങൾക്ക് സർവീസ് ഇന്നലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, സർവീസ് എവിടെ ചെയ്യും ബ്രോ എന്ന് ചോദിച്ചിട്ട്. ഞാനൊരു നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അതിലേക്ക് നമ്മളെ വിളിച്ചാൽ മതി കേട്ടോ. നമ്മളത് സർവീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ചിലപ്പോൾ കുറേ ദൂരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുണ്ടാവില്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സർവീസ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാം. ഇന്ന സ്ഥലത്ത് ചെയ്യോ ഇന്ന സ്ഥലത്ത് ചെയ്യോ ഡൗട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്കൊന്ന് വിളിച്ചാൽ മതി. സർവീസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ നമ്പർ കൊടുക്കാം. മൊത്തത്തിൽ ഒരു വാല്യൂ ഫോർ മണി ബൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് ഓടിക്കുമ്പോഴായാലും ഫസ്റ്റ് ഇംപ്രഷൻ ആയാലും എല്ലാം കൊണ്ടും. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈനിലും ഓഫ്ലൈനായിട്ട് എല്ലായിട്ടും വാങ്ങാൻ പറ്റും കേട്ടോ. ക്രാഡിയാക്കിൻ്റെ വോൾഫ് നല്ലൊരു ബഡ്ജറ്റായിട്ടുള്ള ബൈക്കായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. 20,000 രൂപയ്ക്ക് താഴെ ഇത്ര നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നല്ലൊരു ഇതായിട്ട് തോന്നി. സോ അടുത്തൊരു കിടലൻ ബൈക്കും വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.